ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും, ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇപ്പം നിങ്ങൾ ഈ ഒരു കേട്ട വീഡിയോയിൽ രേണു പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് ഇതേണക്കുള്ള സംസാരമൊക്കെ രേണുവിന് സംസാരിക്കാൻ പറ്റുന്നത്? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്നൊരു കാര്യമാണ്. ഞാൻ സുധിയുടെ കൂടെ കടന്നിട്ടായാലും എനിക്കൊരു കുട്ടി ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു രേണു സുധിയും അതുപോലെ തന്നെ സുധി ഈ ഒരു രണ്ടാമത്തെ ഭാര്യ കല്യാണം കഴിച്ച് അവർ ഒരുമിച്ച് താമസിക്കുന്നതിനിടയിൽ തന്നെ ഫോണിലൂടെ സെക്സ് ചാറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു രണ്ടാമത്തെ ഭാര്യ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആയിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് രേണു സുധി എടുത്ത് ഇൻ്റർവ്യൂവർ ചോദിച്ചതും. ചോദിച്ച ഉടനെ തന്നെ ഇതേ കണക്കുള്ള ഒരു സംസാരം, എൻ്റെ ഭർത്താവിൻ്റെ അടുത്തല്ലേ, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ കിടന്നൊരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടില്ലേ എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരിടത്ത് സംസാരിക്കുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യതയുണ്ട്. അത് രേണു ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. എത്ര പേര് കാണുന്നതാണ്. ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇതൊന്നും ചിന്തിക്കാതെയൊക്കെ രേണു എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഭയങ്കരമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കരമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഭയങ്കര കടിച്ച് കീറി തിന്നാൻ നിൽക്കുന്ന രീതിയിലാണ് സംസാരം ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഫുള്ള് രേണുവിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. ആര് സപ്പോർട്ട് ചെയ്തതൊന്നും തന്നെ ഇല്ല.